അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് അഥവാ റിഫ്രാക്ഷൻ ബേസ് ചെയ്തിട്ട് വരുന്ന ന്യൂമറിക്കൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. എന്താ ഫസ്റ്റ് നമ്മോട് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം, റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഈസ് 1.5 if the speed of light in vacuum is 3 cross 10⁸ meter per second. Find velocity of light in medium. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, അതുപോലെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൻ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഗിവൻ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് എത്ര തന്നിട്ടുള്ളത്? 1.5. അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം അഥവാ C ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത് ആൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഓർ എയർ എന്തായിരിക്കും? നമുക്ക് 3 × 10⁸ എന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ചോദിച്ചിട്ടുള്ളത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അപ്പോൾ ഗ്ലാസിൽ പാസ്സാകുന്ന വെലോസിറ്റി എന്തായിരിക്കും? ലൈറ്റ് പാസ്സാകുന്ന വെലോസിറ്റി എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് കടക്കാം. സൊല്യൂഷൻ. ഓക്കെ, നമുക്ക് റീഫ്രാക്ട് ഇൻഡെക്സിന്റെ റിലേഷൻ എന്താണ്? റീഫ്രാക്ട് ഇൻഡെക്സ് μ is equal to C divided by V. ഇവിടെ റീഫ്രാക്ട് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ C divided by വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് Vg ഈക്വൽ ടു C divided by μg. ഓക്കെ, അപ്പോൾ Vg we can write C-ന്റെ വാല്യൂ എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ റീഫ്രാക്റ്റൻസിന്റെ വാല്യൂ 1.5. അപ്പോൾ നമ്മളിത് ക്യാൻസൽ ചെയ്യുമ്പോൾ we will get 2. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എത്ര കിട്ടുന്നത്? 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. ഓക്കെ, നമുക്കിന്ന് സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, എന്താണ് സെക്കൻഡ് പ്രോബ്ലം തന്നിട്ടുള്ളത്? ലൈറ്റ് ട്രാവൽസ് ത്രൂ വാട്ടർ വിത്ത് സ്പീഡ് ഓഫ് 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ? അപ്പോൾ ഇവിടെ നമുക്ക് റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിരുന്നു, എന്നിട്ട് വെലോസിറ്റി ഓഫ് ലൈറ്റിന്റെ അറ്റ് മീഡിയം അഥവാ ഗ്ലാസ്സിലെ വെലോസിറ്റി ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് വെലോസിറ്റി തന്നിട്ട് റീഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഈവൻ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ എത്രയാണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഈസ് ഗിവൻ ആസ് 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ദെൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്നാൽ നമുക്ക് സൊല്യൂഷനിലേക്ക് കടക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, നമുക്കറിയാം റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ is equal to C divided by PW. അപ്പോൾ ഈ റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന്. നിങ്ങൾക്ക് ആൾറെഡി അറിയാം, നമ്മൾ തിയറിയിൽ പറഞ്ഞു തന്നതാണ്. ഓക്കെ, എന്നാ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് μW is equal to C-ന്റെ വാല്യൂ എത്രയാണ് നമുക്ക്? അത് നമുക്ക് ആൾറെഡി അറിയാം. C എന്ന് പറയുന്നത് എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, എന്നാൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. ഈ റിലേഷൻ ആൾറെഡി ക്വസ്റ്റ്യൻ ഗിവൻ ആണ്. ഓക്കെ, ഗിവൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വിൽ ഗെറ്റ് 3 / 2.25 എന്ന് വെച്ചാൽ 1.33. ഓക്കെ, യൂണിറ്റ് ഉണ്ടാവില്ല, കാരണം റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, എന്നാൽ നമുക്ക് ഇനിയൊരു പ്രോബ്ലം കൂടെ നോക്കാം. ഇതും അതുപോലെ തന്നെ ഒരു ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇതിൽ 4th and 5th ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം. നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, എന്താണ് മൂന്നാമത്തെ ചോദ്യം? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഈസ് 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദ റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം കേട്ടോ.
ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഈസ് എത്ര? 2 × 10⁸ meter per second. ഓക്കെ, ഫൈൻഡ് ദ റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്ലാസ് എന്തായിരിക്കും? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. Refractive index of glass is equal to velocity of light in vacuum divided by velocity of light in glass. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. 3 × 10⁸ meter per second divided by 2 × 10⁸ meter per second. ക്യാൻസൽ ചെയ്താൽ we will get 3 divided by 2 എന്ന് വെച്ചാൽ 1.5. ഓക്കെ, ഇതാണ് റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആട്ടോ. ഓക്കെ, എന്താ നമുക്ക് പ്രോബ്ലം നോക്കാം. നമുക്ക് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ഇതാണ്. ലൈറ്റ് ട്രാവൽസ് ഫ്രം rarer medium 1 to denser medium 2. The angle of incidence and refraction are respectively 45° and 30°. Calculate എന്ന് പറഞ്ഞിട്ട് refractive index of second medium with respect to the first medium and refractive index of medium 1 with respect to medium 2. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായിരിക്കണം എന്താണ് റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു എന്നുള്ളതല്ല. ഓക്കെ, നമുക്കെന്നാൽ സൊല്യൂഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ഗിവൻ എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 4 റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ഗിവൻ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത്? ഫസ്റ്റ് നമുക്ക് രണ്ട് മീഡിയത്തിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് മീഡിയം 1 ആൻഡ് ഇത് മീഡിയം 2. ഇപ്പോൾ ലൈറ്റ് എനിക്ക് ഫസ്റ്റ് ഇൻസിഡന്റ് ആംഗിൾ എത്ര തന്നിട്ടുള്ളത്? 45°. നമുക്ക് നോർമൽ വരാം. ദെൻ റിഫ്രാക്റ്റഡ് ആംഗിൾ 30°, റൈറ്റ്? അപ്പോൾ ഇത് 45°, ഇത് 30°. ഓക്കെ, അപ്പോൾ നമുക്കറിയാം റിഫ്രാക്റ്റഡ് ആംഗിൾ വെൻ കമ്പയർ ടു ഇൻസിഡന്റ് ആംഗിൾ വളരെ കമ്മിയാണ്. അപ്പോൾ θi ഈസ് ഗ്രേറ്റർ ദാൻ θr. ഇറ്റ് മീൻസ് നമുക്കുള്ള സെക്കൻഡ് മീഡിയം ഈസ് ഡെൻസർ മീഡിയം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം സെക്കൻഡ് മീഡിയം ഡെൻസർ മീഡിയം ആണെന്ന്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ ക്വസ്റ്റ്യനിൽ? റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു 2 എന്താണ്? അതുപോലെ തന്നെ റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1 എന്താണ്? അപ്പോൾ ഇത് രണ്ടാണ് നമ്മോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 45°, 30°, ഇത് രണ്ട് മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്യുന്ന റിലേഷൻ റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? യെസ്, നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ റിലേഷൻ? ഇതാണ് നമ്മൾ ലോസ് ഓഫ് റിഫ്രാക്ഷനിൽ പഠിച്ചിരുന്നത്. അതിൽ സെക്കൻഡിൽ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? സ്നെൽസ് ലോ. ഓർമ്മ ഉണ്ടോ? അബ്സൊല്യൂഷൻ എന്താണ്? സ്നെൽസ് ലോ. എന്താ സ്നെൽസ് ലോ? സ്നെൽസ് ലോ എന്താ പറഞ്ഞിട്ടുള്ള? സ്നെൽസ് ലോ mu is equal to sin I divided by sin R, അഥവാ sin of angle of incidence, ratio between the sin of angle of incidence to the sin of angle of refraction is equal to some constant എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഏത്? സെക്കൻഡ് ലോ. ഈ സെക്കൻഡ് ലോ എന്താണ്? ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ളത് നമ്മൾ ആൾറെഡി തിയറിയിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത് എഴുതാം. റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 വിത്ത് റെസ്പെക്ട് ടു നെ നമുക്ക് എങ്ങനെ എഴുതാം? റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 1 വിത്ത് റെസ്പെക്ട് ടു is equal to sin I divided by sin R. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 45°. അതുപോലെ തന്നെ റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത് 30°. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mu12 equal to sin 45° divided by sin 30°. അപ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും sin 45ൻ്റെയും അതുപോലെ തന്നെ sin 30°ൻ്റെയും വാല്യൂസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ sin 45°, sin 30° എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഇത് ആൾറെഡി നമ്മൾ മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. മാത്സ് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10th തന്നെ വരും ട്രിഗ്നോമെട്രിയിൽ. ഓക്കെ, അപ്പോൾ അതിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ തന്നെ വന്നിട്ടുണ്ടാവും എന്താണ് sin 45, എന്താണ് sin 30° എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ sin
45 ഡിഗ്രി നമുക്ക് ഇവിടെ എഴുതാം. റീഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു ഈക്വൽ ടു സൈൻ 45 ഡിഗ്രി ഡിവൈഡഡ് ബൈ സൈൻ 30 ഡിഗ്രി. സൈൻ 45 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 1/√2. ഓക്കെ, സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് 1/2. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ 1/√2 1/2 ഇതൊക്കെ നിങ്ങൾ പഠിക്കും. ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തായാലും മാത്സിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ വാല്യൂ കിട്ടുക? μ12 ഇസ് ഈക്വൽ ടു 1/√2 ക്രോസ് 2/1. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം √2 ആയിരിക്കും. കാരണം 2 എന്ന് പറഞ്ഞാൽ √2 × √2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? √2. ഓക്കെ, √2 എന്ന് വെച്ചാൽ 1.414. കാരണം നമ്മൾ ഈ √2ന്റെ വാല്യൂ √3ന്റെ വാല്യൂ നമ്മൾ മനപ്പാടാക്കും. √3 പറഞ്ഞാൽ എന്താണ്? 1.732 √3 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കാര്യമൊക്കെ നമ്മൾ മനപ്പാടാക്കി വെക്കുന്ന സംഭവങ്ങളാണ്. കാരണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് μ12 ഇസ് ഈക്വൽ ടു 1.414. അപ്പോൾ നെക്സ്റ്റ് വൺ നമ്മോട് ചോദിച്ചിട്ടുള്ളത് റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഇൻസിഡന്റ് ആംഗിളും റിഫ്രാക്റ്റഡ് ആംഗിളും നമ്മൾ അങ്ങനെ തിരിച്ചെഴുതും അല്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? നമുക്ക് μ21 ഇസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് μ12. കാരണം നമ്മൾ എന്തായിട്ടും ഇൻസിഡന്റ് ആംഗിൾ റിഫ്രാക്റ്റ് ആംഗിൾ നമ്മൾ മാറ്റിയെടുക്കും, അതിനെ തിരിച്ചെഴുതും. കാരണം മീഡിയം 1 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റിലേഷൻ എടുക്കാം. സൈൻ 45 ഡിഗ്രി സൈൻ 30 ഡിഗ്രി. μ21 എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിട്ടും നേരെ തിരിച്ചെഴുതും. അങ്ങനെ തിരിച്ചെഴുതുമ്പോൾ വി വിൽ ഗെറ്റ് 1/√2. 1/√2 എന്ന് വെച്ചാൽ 1.414 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 0.707. ഓക്കെ, ഇതായിരിക്കും അതിൻ്റെ ഉത്തരം. അപ്പോൾ നിങ്ങൾക്ക് റീഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു 2ഉം അതുപോലെ 2 വിത്ത് റെസ്പെക്ട് ടു 1ഉം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന പ്രോബ്ലം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോർഡ് എക്സാമിൽ ക്വസ്റ്റ്യൻ ആൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, ശരി, എന്നാൽ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5, റൈറ്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ? ഈ റീഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് വാട്ടർ representation A μW is 4/3 and that of glass A μG is 3/2. Find the refractive index of glass with respect to water. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. കാരണം ഇതുപോലത്തെ പ്രോബ്ലംസ് ബോർഡ് എക്സാമിന് നമുക്ക് വളരെ സാധ്യതകളുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് ഗിവൻ എഴുതാം. ഗിവൻ ഇപ്പൊ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഇതാണ് റെപ്രസെന്റേഷൻ AW. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി മാറ്റി എഴുതിയതാണ്, കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആൾറെഡി നമുക്ക് ഇതുപോലത്തെ റെപ്രസെന്റേഷൻ ആയിട്ട് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെയാണ് റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നത്. A μW എന്ന് ഇസ് ഈക്വൽ ടു 4/3. അതുപോലെ തന്നെ A μG ഈക്വൽ ടു 3/2. ഇങ്ങനത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ മാത്രമാണ് തന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ തന്നു കഴിഞ്ഞു. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെ ആയിരിക്കും. എങ്ങനെ? μAW ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം? ഇതാണ് ഇതിൽ കാണിക്കുന്നത്. നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താ? ഫൈൻഡ് ദ റീഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. ഞാനിത് റീഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. അപ്പോൾ ഇതാണ് റെപ്രസെന്റേഷൻ. ഇതാണ് നമുക്ക് അറിയുന്ന റെപ്രസെന്റേഷൻ. നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ക്വസ്റ്റ്യൻ ഇതുപോലെ ഒരു മെത്തേഡിൽ നമുക്ക് എഴുതി തന്നാൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? അതാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ A μW ഇങ്ങനെ എഴുതിയാൽ എന്താണ് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ A μW ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ. എന്താണ്? റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ. ഇതേ റെപ്രസെന്റേഷൻ ആണ്, അത് തിരിച്ചെഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ റീഫ്രാക്റ്റീവ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം μWA എന്ന് പറഞ്ഞാൽ μW ഡിവൈഡഡ് ബൈ μA. ഓർ നമ്മളെങ്ങനെ പറയും? ഓർ വി ക്യാൻ റൈറ്റ്
mu w divided by mu a equal to va divided by vw. va divided by vw എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് c by vw. അഥവാ നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഒരു വട്ടം കൂടി നിങ്ങൾക്ക് എഴുതി കാണിക്കാം തന്നിരിക്കുന്ന റെപ്രസെന്റേഷൻ എല്ലാം. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് mu a w, അഥവാ എന്താണ് അർത്ഥം? mu w a, അഥവാ റീഫ്രാക്റ്റീവ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ വിച്ച് ഈസ് ഈക്വൽ ടു mu w ഡിവൈഡഡ് ബൈ mu a. ഈ mu w ബൈ mu a എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് va ഡിവൈഡഡ് ബൈ vw. നിങ്ങൾക്കറിയും va എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് c ഡിവൈഡഡ് ബൈ vw. അഥവാ നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ്? അബ്സല്യൂട്ട് റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ആണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര തന്നിട്ടുള്ളത്? എത്ര വാല്യൂ? ഇറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 3. അപ്പൊ അതേപോലെ തന്നെ റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ ഡബ്ല്യു, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വാട്ട്? സിമിലർലി ഇത് എങ്ങനെ നമുക്ക് എഴുതാം? റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ്, സോറി ഇത് ഗ്ലാസ് ആയിരുന്നു, റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. ഓക്കെ, റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഇത്ര തന്നിട്ടുള്ളത് നമുക്ക് 3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. അപ്പൊ ഇതിനെ അവരുടെ റെപ്രസെന്റേഷൻ എഴുതുന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ തന്ന പ്രകാരം എഴുതുന്നുണ്ടെങ്കിൽ, റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ which is equal to we can write mu g divided by mu w. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ mu g എന്ന് പറഞ്ഞാൽ 3/2 divided by 4 divided by 3. if you solve this നമുക്ക് എന്ത് കിട്ടും? mu g w equal to 3/2 ക്രോസ്, സോറി കുറച്ചും കൂടെ നല്ല എഴുതി, 4/3. 4/3 എന്ന് വെച്ചാൽ 3/4. സോറി, ഞാൻ ഇവിടെ എഴുതാം 3/2 ക്രോസ് 4 ഡിവൈഡഡ് ബൈ 3. 4 ഡിവൈഡ് ബൈ 3 എന്ന് വെച്ചാൽ, സോറി 4 ഡിവൈഡ് ബൈ 3, 3 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഞാനൊന്ന് കട്ടാക്കി എഴുതാം കേട്ടോ, അവിടെ വൃത്തിക്കൊന്ന് എഴുതാം. 3/2 ക്രോസ് 3/4. we will get 9/8. അപ്പൊ ഇതായിരിക്കും നമുക്ക് ഉത്തരം. യൂണിറ്റ് ഉണ്ടാവില്ല, കാരണം റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇതിന് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വരിക. ലാസ്റ്റ് ഇയറിൽ ചോദിച്ചിരുന്ന പ്രോബ്ലം എങ്ങനെ അറിയോ? ഇപ്പൊ റീഫ്രാക്റ്റീവ് ഇവിടെ ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ എന്ന് പറഞ്ഞു. അവിടെ എങ്ങനെ ചോദിച്ചിരുന്നത്? റീഫ്രാക്റ്റീവ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് റീഫ്രാക്റ്റീവ് ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു ഡി ആൻഡ് റീഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു എ എന്നിങ്ങനെ ചോദിച്ചിട്ട് ഏതെങ്കിലും ഒരു റീഫ്രാക്റ്റീവ് വിത്ത് റെസ്പെക്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറയാം. ഇതായിരുന്നു ലാസ്റ്റ് ഇയറിൽ തന്നിരുന്ന പ്രോബ്ലം. അപ്പൊ റീഫ്രാക്റ്റീവ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും. ഡെപ്തിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും. കാരണം നിങ്ങൾ ഈ പ്രോബ്ലംസ് ഒക്കെ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.